അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ രക്ഷകനായിട്ട് മാർവലിന്റെ മിസായ എന്ന് സ്വയം വിശേഷിപ്പിച്ച വെയ്ഡ് വിൽസൺ എത്തി. പക്ഷേ ആ ദൗത്യത്തിന് ഒറ്റയ്ക്കല്ല വെയ്ഡ് വന്നത്. കൂടെ എക്സ്മാൻ എന്നാൽ അത് വോൾവറിൻ ആണെന്ന് നമ്മൾ വിശ്വസിച്ച നമ്മുടെ സ്വന്തം ലോഗനുമുണ്ടായിരുന്നു. ഡെഡ്പൂൾ സീരീസിന്റെ 3-ാം ഭാഗത്തിൽ ഡെഡ്പൂളും വോൾവറിനും ഒരുമിക്കുന്നു എന്ന വാർത്ത കേട്ട നാൾ തൊട്ട് ഈ സിനിമയ്ക്കായിട്ട് അക്ഷമരായി കാത്തിരുന്നവരാണ് നമ്മൾ. ഡെഡ്പൂൾ 1-ലും 2-ലും ഉള്ളതുപോലെ തന്നെ ആക്ഷൻ പാക്ഡ് ആണ് ഈ 3-ാം ഭാഗവും. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ആ ഓപ്പണിംഗ് ക്രെഡിറ്റ് സീൻസൊക്കെ മുമ്പൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇനിയോട്ട് കാണാൻ സാധ്യതയുമില്ലാത്ത ലെവലിലുള്ള ഫൈറ്റ്സും കൊറിയോഗ്രാഫിയും ഒക്കെയാണ്. ഒരിടയ്ക്ക് സ്പൈഡർമാൻ നോ വേ ഹോമിൽ മാർവൽ ടോബിയെ സ്പൈഡർമാനായി തിരികെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞൊരു സന്തോഷവും നൊസ്റ്റാൾജിയും ഒക്കെയുണ്ട്. ചെറുപ്പത്തിൽ ഒത്തിരി ആകാംക്ഷയോടെ കണ്ട ആ സൂപ്പർ ഹീറോയെ കാലങ്ങൾക്കപ്പുറം തിരികെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം. അതേ വികാരമാണ് വോൾവറിനായിട്ട് ഹ്യൂ ജാക്ക്മാനെ പഴയ പ്രതാപത്തിൽ അല്ലെങ്കിൽ അതിനു മുകളിൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. അവ ചെയ്തു വെച്ച അഭിനേതാക്കളല്ലാതെ മറ്റാരവതരിപ്പിച്ചാലും അവ ആത്മാർത്ഥമായിട്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹ്യൂ ജാക്ക്മാൻ ചെയ്തു വെച്ചിരിക്കുന്ന വോൾവറിൻ എന്ന കഥാപാത്രം. ഒരു ഡെഡ്പൂൾ സീക്വൽ എന്ന രീതിയിൽ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ആക്ഷൻസും തമാശകളും കുറച്ച് ഗംഭീര ക്യാമിയോ റോൾസും ഒക്കെ കാണാൻ എന്ന പ്രതീക്ഷയിൽ ഈ സിനിമയ്ക്ക് പോയാൽ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം അതിലുള്ള ചേരുവകൾ ചില ഗംഭീര സംഗീതങ്ങളുടെ അകമ്പടിയോടുകൂടെ തന്നെ ഈ സിനിമയിൽ പറ്റുന്നിടത്തെല്ലാം ചെയ്തു വെക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മാർവലിന്റെ രക്ഷകനായ ഒരു മിസായ ആകാൻ വെയ്ഡ് വിൽസന് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്റ്റ് എടുത്താൽ നോട്ട് സോ ഷ്യൂർ എന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. 10-ൽ 10 എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്റ്റോറി ലൈനൊന്നുമല്ല ഈ സിനിമയ്ക്കുള്ളത്. മാർവലിന്റെ മൾട്ടിവേഴ്സിനോട് പരമാവധി നീതി പുലർത്താൻ ഈ സിനിമ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പകുതി കഴിഞ്ഞ് ഇടയ്ക്കൊക്കെയുള്ള ഈ സിനിമയുടെ പേസും കഥയിലെ പ്രധാന വില്ലന് കൊടുക്കാൻ കഴിയാതെ പോയ ഒരു ഡെപ്തും കൺഫ്യൂസിങ്ങും കുറച്ച് ഷാലോയുമായി തോന്നിയ പ്ലോട്ടും കാഴ്ചക്കാരിൽ ചിലരെയെങ്കിലും അസ്വസ്ഥരാക്കി കാണും. എന്നിരുന്നാലും ഈ സിനിമയെ വെട്ടിക്കേറി അതിനെ ആഴമായി പഠിക്കാനൊന്നും നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായും ഈ സിനിമ 100% ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും. വളരെ ബ്രൂട്ടലായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളും നർമ്മവും ഒരൽപ്പം നൊസ്റ്റാൾജിയും ഒക്കെ തന്ന് ഗംഭീരമായി പറഞ്ഞു വെച്ച ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.